മഹാന്മാരായ പിൻഗാമികളായ മഹാന്മാരെ നോക്കിയാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, മനസ്സിന് വേദനയുള്ള ടെൻഷനുള്ള ആളുകളോട് പറയും, നിങ്ങൾ ടെൻഷൻ മാറാൻ മദീന മുനവറയിലേക്ക് പോവുക എന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട ദൈവദീ പണ്ഡിതന്മാരായ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി മദീന മുനവറയിലും മക്ക മുക്കറമയിലും 10-18 വർഷം മുദരിസായിരുന്ന ബഹുമാനപ്പെട്ടവർ മദീന മുനവറയിലെ റൗളയിൽ നിന്ന് തൂത്തുവാരി എടുക്കുന്ന പൊടിപടലങ്ങൾ തന്റെ സുറുമക്കുപ്പിയിൽ മിസ്സാക്കി, അതുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ സുറുമയിട്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ദൈവദീ പണ്ഡിതനാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഒരു മുരീദ് ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ ഒരു ഷാൾ കൊണ്ടുവന്ന് തനിക്ക് ഹദിയായിട്ട് കൊടുത്തു. അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ എടുത്ത് ചുംബിക്കുകയും മുരീദന്മാർക്ക് മുത്താൻ കൊടുക്കുകയും ചെയ്യും. അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ഇത് മദീനയിൽ നിർമ്മിക്കുന്ന ഷാളല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിൽപ്പന ചരക്കായിട്ട് മദീനയിൽ വരുന്നതാണ്. ബഹുമാനപ്പെട്ട റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മദീനയിലെ കാറ്റതിൽ അടിച്ചു വീശിയിട്ടില്ലേ എന്നാണ്. ഇതായിരുന്നു അവർക്കുണ്ടായിരുന്ന റസൂലിനോടുള്ള മഹബത്ത്. മറ്റൊരു ദൈവദീ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഖലീൽ അഹമ്മദ് സഹറൻപൂരി. അദ്ദേഹത്തോട് നബിയോട് മദ്ഹ് പറയുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഞങ്ങളുടെ പൂർവികന്മാരായ മശായിഖന്മാരുടെയും അടുക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് എന്നല്ല, റസൂലുള്ളാഹി തങ്ങളെ സഞ്ചരിച്ച കഴുതയുടെ മൂത്രത്തെ വർണ്ണിക്കൽ പോലും ഉന്നകർമ്മമാണെന്നാണ് ഞങ്ങളുടെ മശായിഖന്മാരും വിശ്വസിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അതുപോലെ തന്നെ ദൈവദീ പണ്ഡിതന്മാരിലെ പ്രമുഖ പണ്ഡിതൻ അഷ്റഫ് അലി താനവി ഇഷ്ക് മഹബത്തിന്റെ പേരിൽ ഹബീബ് എന്നൊരു മൗലിദ് കിതാബ് തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, യാ ഷഫീഅൽ ഇബാദി ഖുദ് ബിയദി അന്ത ഫിൽ ഇഗ്തിറാരി മുതമദി ലൈസ ലി മൽജഉൻ സിവാക ആയിസ് മസ്സനി ദഹ്റു സയ്യിദി സനദി. എനിക്ക് വിഷമഘട്ടങ്ങളിൽ ദുർഘടാവസ്ഥകളിൽ അഭയം നബിയെ, അങ്ങല്ലാതെ വേറെ ആരുമില്ലല്ലോ നബിയെ, അതുകൊണ്ട് എന്നെ സഹായിക്കണമേ നബിയെ. ലൈതനി കുന്തു തുർബ ത്വയ്ബതികും ഫൽതസംതു നിയാല ദാക ഖദീ. ഞാൻ ആ മദീന മുനവറയിലെ മണൽത്തരികളായിരുന്നെങ്കിൽ എന്റെ മേലെ റസൂലുള്ളാഹി തങ്ങൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ആ ചെരുപ്പിന്റെ അടിഭാഗം എനിക്കൊന്ന് മുത്തമായിരുന്നല്ലോ. ഇതാണ് അഷ്റഫ് അലി താനവി. ഇങ്ങനെ നോക്കിയാൽ ഇവരൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ഹഖീഖത്ത് മനസ്സിലാക്കിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ക് മഹബത്തിന്റെ വലബത്ത് കൊണ്ട് ഇതുപോലത്തെ ഇരടികൾ ഒരു പാടുന്നത്.